നമസ്കാരം. ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൻ. ഇന്ന് ജനുവരി 17 വെള്ളി 2025 വാർത്തകളിലേക്ക്. പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി പ്ലാന്റ് അനുവദിച്ചാൽ അഴിമതി ആരോപിച്ചു പ്രതിപക്ഷം. രാജ്യത്തെ പ്രമുഖ മദ്യ ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ മധ്യപ്രദേശ് ആസ്ഥാനമായുള്ള ഓയസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി പ്ലാന്റ് അനുവദിച്ച മന്ത്രിസഭാ തീരുമാനം അഴിമതിയുടെ ഗന്ധമുള്ളതാണെന്നും ഈ നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്നും KPC പ്രസിഡന്റ് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിയന്തര സാഹചര്യം എന്തെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. മന്ത്രിസഭാ തീരുമാനം ദുരൂഹമെന്നും മദ്യനിർമ്മാണത്തിന്റെ പേരുള്ള അഴിമതി പ്രതിപക്ഷം അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. രാജ്യത്തെ പ്രമുഖ മദ്യ ഉൽപ്പന്ന നിർമ്മാണ കമ്പനി OSF ബ്രൂവറി ലൈസൻസ് അടക്കം അനുവദിച്ചത് ടെൻഡർ അടക്കം മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയതെന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അനുമതി നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. പ്രദേശത്തും കൃഷിക്കും തൊഴിലവസരങ്ങൾക്കും ഇത് കാരണമാകുമെന്നും എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് സർക്കാർ തീരുമാനമെന്നും പ്രതിപക്ഷ ആരോപണം സ്വാഭാവികമെന്നും MP രാജേഷ് പ്രതികരിച്ചു. ഭാരതപ്പുഴ കാണാനെത്തിയ ഒരു കുടുംബത്തിലെ 4 പേർ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു. ശ്മശാനം കടവിന് സമീപം ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം. ചെറുതുരുത്തി ഒടക്കൽ വീട്ടിൽ കബീർ, ഭാര്യ ഷാഹിന, ഇവരുടെ മകൾ സാറ, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് സൻ എന്നിവരാണ് മരിച്ചത്. എറണാകുളം ചേന്ദമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ ഇരുമ്പുവടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തി. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മരുമകൻ ജിതിനാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. അയൽവാസിയായ ഋതു ജയൻ ആണ് ക്രൂരകൃത്യം നടത്തിയത്. ആക്രമണത്തിന് ശേഷം ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതിയെ പോലീസ് പിടികൂടി. അയൽവാസി തമ്മിലുള്ള തർക്കമാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഇയാൾ ലഹരിക്ക് അടിമയാണെന്നും സ്ഥിരം കുറ്റവാളിയാണെന്നുള്ള വിവരം പ്രാദേശികവാസികളും നൽകുന്നുമുണ്ട്. വയനാട് പുൽപ്പള്ളിയിലെ അമരക്കുനിയിൽ കഴിഞ്ഞ 10 ദിവസങ്ങളായി ഭീതി വരുത്തിയിരുന്ന കടുവ ഒടുവിൽ കൂട്ടിലായി. ഇന്നലെ രാത്രിയോടെയായിരുന്നു ദേവർഗതയിലെ കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കടുവ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണക്കാക്കി വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചിരുന്ന കൂടുകളിലൊന്നിൽ തന്നെയാണ് കടുവ കുടുങ്ങിയത്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ പ്രതികരണവുമായി മകൻ സനന്ദൻ. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ അസ്വാഭാവികത ഇല്ലെന്ന് പറയുന്നതെന്നും തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നും വ്യക്തമായെന്നും സമാധി പൊളിച്ചതിൽ വളരെയധികം വിഷമമുണ്ടെന്നും മകൻ സനന്ദൻ പറഞ്ഞു. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ 3 പരിശോധനാ ഫലങ്ങൾ നിർണ്ണായകമെന്ന് ഡോക്ടർമാരുടെ വെളിപ്പെടുത്തൽ. സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഭസ്മം ശ്വാസകോശത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ അത് ശ്വാസം മുട്ടുന്നതിന് കാരണമായേക്കാം. ഇതിന്റെ ഫലമായി ഹൃദയാഘാതം ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ശ്വാസകോശത്തിലെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണകാരണം ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെന്ന് ഫോറൻസിക് സംഘം. ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഇല്ല. എന്നാൽ ആന്തരികവയവങ്ങളുടെ രാസപരിശോധന റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ കൃത്യമായി മരണകാരണം പറയാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ പോലീസിനെ അറിയിച്ചത്. വ്യവസായി ബോബി ചെമ്മന്നൂരിന് കാക്കനാട്ട് ജയിലിൽ VIP പരിഗണന നൽകിയ സംഭവത്തിൽ ജയിൽ വകുപ്പിലെ മധ്യമേഖല DIGP അജയകുമാറിനെ ശാസിച്ച് ജയിൽ മേധാവിയായ ADGP ഉദ്യോഗസ്ഥല യോഗത്തിലാണ് ശാസന. കാക്കനാട്ട് എറണാകുളം ജില്ലാ ജയിലിലെത്തിയാണ് മധ്യമേഖല DIG അജയകുമാർ ബോബി ചെമ്മന്നൂരിനെ കണ്ടത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ജയിൽ മേധാവി ഇന്ന് റിപ്പോർട്ട് നൽകും. സമരത്തിനിടെ പോലീസ് മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കേറ്റ വനിതാ നേതാവിനുള്ള സാമ്പത്തിക സഹായത്തിന്റെ പേരിൽ ആലപ്പുഴ യൂത്ത് കോൺഗ്രസിൽ ഫേസ്ബുക്കിൽ പോര്. ആലപ്പുഴ കളക്ടറേറ്റ് മാർച്ചിൽ മർദ്ദനമേറ്റ മേഘ രഞ്ജിത്തിന് 8 ലക്ഷം രൂപ സഹായം നൽകിയെന്ന അരിത ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശത്തിനെതിരെ മേഘ തന്നെ രംഗത്തെത്തിയോടെയാണ് സംഭവം വിവാദമായത്. ഈ തുക തനിക്ക് കൈമാറാതെ ആരാണ് കൈപ്പറ്റിയെന്നായിരുന്നു പോസ്റ്റിന് താഴെ മേഘയുടെ കമന്റ്. അതേസമയം യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ആകാശ് താഴശ്ശേരി മേഘയ്ക്ക് ലഭിച്ച തുകയുടെ കണക്ക് നിരത്തിയാണ് മേഘയ്ക്ക് ഫേസ്ബുക്കിൽ ആകാശ് മറുപടി നൽകിയത്. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ CPI നേതാവ് ഫാസറാങ്കിന് ജാമ്യം. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. താമരശ്ശേരി ചുരം റോഡിലെ 3 ഹെയർപിൻ വളവുകൾ കൂടി വീതി കൂട്ടി നിവർത്തുന്നതിന് ഭരണാനുമതി. കേരള പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ 6, 7, 8 വളവുകളാണ് നവീകരിക്കുക. 3, 5 വളവുകളുടെ നവീകരണം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. നിറത്തിന്റെ പേരുള്ള അധിക്ഷേപത്തെ തുടർന്ന് കൊണ്ടോട്ടി സ്വദേശിയായ 19-കാരി ആത്മഹത്യ ചെയ്യാൻ ഇടയായ സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സ്ത്രീധനെതിരായ എല്ലാ അതിക്രമങ്ങളും കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്നും ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്നും മലപ്പുറം ജില്ലയിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിൽ ചെയർമാൻ M ഷാജർ പറഞ്ഞു. കണിയാപുരം കണ്ടൽ നിയാസ് മനസ്സിൽ ഷാനുവിനെ വീട്ടിൽ മരിച്ചതിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പോലീസ്. യുവതിയോടൊപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് തിരുനെൽവേലി അംബാസമുദ്രം സ്വദേശി രംഗദൂരെ പോലീസ് തെങ്കാശിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. മംഗലാപുരം പോലീസും ഷാഡോ ടീമും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. കഴുത്തിൽ കയറും തുണിയും മുറുക്കിയാണ് യുവതിയെ കൊന്നതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. യുവതിയുടെ സ്വർണവും പണവും കവർന്നാണ് പ്രതി രക്ഷപ്പെട്ടത്.
സംസ്ഥാനത്ത് വീണ്ടും മഴയ്ക്ക് സാധ്യത പ്രവചിച്ച കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വരുന്ന ഞായറാഴ്ച 4 ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളാണ് യെല്ലോ അലർട്ട്. 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷന് പ്രധാനമന്ത്രി അനുമതി നൽകി. മലയാളിയായ ചീഫ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ സുപ്രീംകോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സുപ്രീംകോടതിയിൽ നടന്ന ചടങ്ങിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. വൈവിധ്യമേറിയ നിയമമേഖലയിൽ തന്റെ പേര് എഴുതി ചേർത്താണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ സുപ്രീംകോടതിയിലേക്ക് എത്തുന്നത്. AI നിർമ്മിത ഉള്ളടക്കത്തിന്റെ ഉപയോഗത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള നിർദ്ദേശം പുറത്തിറക്കിയത്. പ്രചരണങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗവും അത് വോട്ടർമാരുടെ അഭിപ്രായത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കൂടുതൽ തെളിവുകളുമായി മുംബൈ പോലീസ് അക്രമിയെ തിരിച്ചറിഞ്ഞുവെന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത്. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ മോഷ്ടാക്കളുടെ കുത്തേറ്റ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നടന് നേരെ മോഷ്ടാക്കളുടെ ആക്രമണം ഉണ്ടാകുന്നത് മകൻ ജഹിന്റെ മുറിയിൽ വെച്ചാണെന്നും കുടുംബത്തെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് കുത്തേൽക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് UGC പരീക്ഷ ഈ വർഷവും പഴയ രീതിയിൽ തന്നെ പരീക്ഷ OMR രീതിയിൽ ഒരു ദിവസം ഒറ്റ ഷിഫ്റ്റായി നടത്തുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി വ്യക്തമാക്കി. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വസതിയിലുണ്ടായ വീഴ്ചയെ വലത് കൈക്ക് പരിക്കേറ്റു. എല്ലിന് പൊട്ടലില്ല. ചികിത്സയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വത്തിക്കാൻ പുറത്തുവിട്ടു. ബഹിരാകാശം കീഴടക്കാൻ ഇലോൺ മാസ്ക് പിന്നാലെ ആമസോൺ ചെയർമാൻ ജെഫ് ബൈസോസിന്റെ ബഹിരാകാശ കമ്പനി ബ്ലൂ ഒറിജിന്റെ പുത്തൻ റോക്കറ്റ് ന്യൂ ഗനിന്റെ ആദ്യ വിക്ഷേപണം വിജയമായി. ആഭ്യന്തര ക്രിക്കറ്റിൽ സൗരാഷ്ട്രയുടെ ബാറ്ററായിരുന്ന നിലവിൽ ഇന്ത്യ MD പരിശീലനമായ സിദ്ധാൻഷു കുടകിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കോച്ചായി BCCI നിയമിച്ചു. ഇന്ത്യൻ ടീമിന് ബാറ്റിംഗ് പരിശീലനം വേണമെന്ന ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിന്റെ ആവശ്യപ്രകാരമാണ് BCCI സിദ്ധാൻഷു കുടകിനെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ താരങ്ങൾക്ക് പെരുമാറ്റച്ചട്ടവുമായി BCCI താരങ്ങൾ ആഭ്യന്തര മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്നടക്കമുള്ള നിരവധി പുതിയ നിയന്ത്രണങ്ങളാണ് BCCI കൊണ്ടുവരുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ താരങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യണമെന്നും കുടുംബത്തിനൊപ്പം തനിച്ച് യാത്ര അനുവദിക്കില്ലെന്നും പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നു. പരമ്പരയ്ക്കിടെ പരസ്യചിത്രം അനുവദിക്കില്ലെന്നും 45 ദിവസത്തെ വിദേശ പര്യടനത്തിൽ 14 ദിവസം കുടുംബത്തിനൊപ്പം താമസിക്കാമെങ്കിലും കോച്ചും ക്യാപ്റ്റനും മുൻകൂട്ടി അനുമതി നൽകുന്ന ദിവസങ്ങൾ മാത്രമേ കുടുംബത്തിന് വരാനാകൂ എന്നും പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നു. അദാനി ഗ്രൂപ്പിനെതിരെ ഓഹരി വിപണിയിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് വാർത്തകൾ നിറഞ്ഞ US ആസ്ഥാനമായുള്ള ഷോർട്ട് സെല്ലർ കമ്പനിയായ ഹിൻഡർബർഗ് റിസർച്ച് അടച്ചുപൂട്ടുന്നു. കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് സ്ഥാപകൻ നെയ്റ്റ് ആൻഡേഴ്സൺ ആണ് അറിയിച്ചത്. ലക്ഷ്യമിട്ട ആശയങ്ങളും പദ്ധതികളും പൂർത്തിയായി. ഇത് പൂർത്തിയായാൽ പ്രവർത്തനം അവസാനിപ്പിക്കാനായിരുന്നു പദ്ധതി. അജിത് കുമാർ നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് വിടാമുയർച്ചി. വിടാമുയർച്ചിയുടെ സെൻസറിംഗ് നേരത്തെ പൂർത്തിയായിരുന്നു. ചിത്രം ഫെബ്രുവരി 6 എത്തുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.